അടുത്തതായിട്ട് എൻവയൺമെൻറ്റിനെ വളരെ ദോഷകരമായി ബാധിക്കുന്ന മറ്റൊന്നാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം വെള്ളത്തിൻ്റെ pH വാല്യൂ 7 ആണ്. 7-നേക്കാളും pH വാല്യൂ കുറഞ്ഞാൽ അതിന് അസിഡിറ്റി കൂടി വരും. അങ്ങനെ അസിഡിറ്റി കൂടിയിട്ട് 5.6-ന് താഴെ pH വാല്യൂ ഉള്ള വെള്ളം, റെയിൻ വാട്ടർ അന്തരീക്ഷത്തിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ നമ്മളതിനെ ആസിഡ് റെയിൻ എന്ന് പറയും. അത് മിക്കവാറുമൊക്കെ ഈ സൾഫർ ഡൈ ഓക്സൈഡ്, സൾഫർ ട്രൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലമാണ് ഈ വളരെയധികം ആസിഡുകൾ, സൾഫ്യൂരിക് ആസിഡ് പോലെയുള്ള ആസിഡുകൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ കാരണം. ഫസ്റ്റ് റെയിൻ നടക്കുമ്പോൾ മിക്കവാറും താഴോട്ട് പോരും. ഇതിനെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയും. പിന്നെ വേറൊന്നാണ് സ്മോഗ് എന്ന് പറയുന്നത്. സ്മോഗ് എന്ന് പറഞ്ഞാൽ 2 ടേമുകളുടെ കോമ്പിനേഷനാണ്, ഫോഗും സ്മോക്കും. സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുക, ഫോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അന്തരീക്ഷത്തിൽ സാധാരണ തണുപ്പ് കാലങ്ങളിൽ ഫോം ചെയ്യുന്ന ഈ വാട്ടർ വേപ്പർ. അങ്ങനെയുള്ള പുകമഞ്ഞ്, ഫോഗും ആക്ച്വൽ പുകയും രണ്ടും കൂടെ സംയോജിക്കുമ്പോഴുണ്ടാകുന്നതാണ് സ്മോഗ് എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഈ സ്മോഗ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സ്മോഗ് തന്നെ സാധാരണഗതിയിൽ 2 തരമുണ്ട്. ഒന്ന് ക്ലാസിക്കൽ സ്മോഗ് എന്ന് പറയും, പിന്നെ 2 ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയും. ഇതിൽ ക്ലാസിക്കൽ സ്മോഗാണ് കൂടുതൽ സമയം ഉണ്ടാകുന്നത്. കൂടുതൽ തണുപ്പ് സമയങ്ങളിൽ അന്തരീക്ഷത്തിൽ ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് സാധാരണ ഈ ക്ലാസിക്കൽ സ്മോഗ് ഫോം ചെയ്യുന്നത്. അത് ഈ സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയൊക്കെ ഒരു മിശ്രിതമാണ്. എന്നാൽ നല്ല വാമായിട്ടുള്ള നല്ല സണ്ണി ക്ലൈമറ്റിൽ ഉണ്ടാകുന്നതാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറയുന്നത്. അങ്ങനെ 2 തരം സ്മോഗുകൾ ഉണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോർഷനാണ് ഈ ഓസോൺ ഹോൾ. എപ്പോഴും പ്രയോഗിക്കപ്പെടുന്നൊരു പദമാണ് ഓസോൺ ഹോൾ, അഥവാ അന്തരീക്ഷത്തിലെ ഓസോൺ പാളികൾക്ക് സുഷിരങ്ങൾ വീഴുന്നു എന്നുള്ളത്. ഓസോൺ ഹോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിപ്ലീഷനാണ്, ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷനാണ്. ഓസോൺ ലെയറിന് നാശം സംഭവിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് ഓസോൺ ലെയറിന് നാശം സംഭവിക്കാറുണ്ട്. അതായത് നമ്മൾ റെഫ്രിജറേറ്റർ ഗ്യാസ് പോലുള്ള ഗ്യാസുകൾ ചെന്നിട്ട് കെമിക്കൽ റിയാക്ഷന് വിധേയമായിട്ട് ഓസോണിന് നാശം സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ റിയാക്ഷൻസ് മൂലം ഓസോണിന് നാശം സംഭവിക്കും. അങ്ങനെ ഓസോണിന് നാശം സംഭവിച്ചാൽ UV റേസ് ഫിൽട്ടർ ചെയ്യപ്പെടുന്നതിൻ്റെ അളവ് കുറയുകയും കൂടുതൽ UV റേസ് ഭൂമിയിലേക്ക് വരികയും ജീവജാലങ്ങൾക്ക് അതുമൂലം ധാരാളം ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ഓസോൺ ലെയറിന് നാശം വരുത്തുന്ന മറ്റൊരു ഘടകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രമുഖ പങ്ക് വഹിക്കുന്നതാണ് CFC എന്ന് പറയുന്ന സാധനം. CFC ഉയർന്നു പൊങ്ങിയിട്ട് ഏകദേശം സ്ട്രാറ്റോസ്ഫിയറിലെത്തുമ്പോൾ UV റേസുമായിട്ട് അത് കെമിക്കൽ റിയാക്ഷന്, ഡികമ്പോസിഷന് വിധേയമാകും. അങ്ങനെ ക്ലോറിൻ റിലീസ് ചെയ്യപ്പെടും. അതൊരു ഫ്രീ റാഡിക്കലായിട്ട് നിന്നിട്ട് അത് ഓസോണുമായിട്ട് ഡയറക്റ്റ് കോമ്പിനേഷനിൽ ഏർപ്പെടുകയും അഥവാ കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും അങ്ങനെ ഓസോണിന് നാശം വരും. ഇനി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വാട്ടർ പൊല്യൂഷൻ. നമ്മൾ നിത്യവും കണ്ണുകൊണ്ട് കാണുന്നതാണ്. നമ്മൾ തന്നെ അതിന് പലപ്പോഴും കാരണങ്ങളാകുകയും ചെയ്യും. കാരണം വേസ്റ്റ് നമ്മൾ ഏതെങ്കിലും വാട്ടർ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഈ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അതവിടെ കിടന്ന് ചീഞ്ഞ് നാറി പലപ്പോഴും അന്തരീക്ഷത്തിലേക്ക് സൾഫർ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസുകളെയൊക്കെ കടത്തിവിടുമ്പോൾ അതൊരു എൻവയൺമെൻറ്റിന് വലിയൊരു ഭീഷണിയായിട്ട് മാറുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇതിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന ടേമാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അഥവാ അതിനെ BOD എന്നാണ് പറയുന്നത്. ഇപ്പോൾ 1 ലിറ്റർ വെള്ളമെടുത്താൽ അതിൽ ഉള്ള മൊത്തം മാലിന്യങ്ങൾ, ആ മാലിന്യത്തെ ഡികമ്പോസ് ചെയ്യാനായിട്ട് അതിൻ്റെ അകത്ത് ബാക്ടീരിയ വർക്ക് ചെയ്യും. എപ്പോഴും അന്തരീക്ഷത്തിലും ഉള്ള മാലിന്യമാണെങ്കിലും സോയിൽ ഡെപ്പോസിറ്റ് ചെയ്ത മാലിന്യമാണെങ്കിലും ഈ വെള്ളത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട മാലിന്യമാണെങ്കിലും അത് പ്രകൃതി തന്നെ ഡികമ്പോസ് ചെയ്യുന്നതിന് ബാക്ടീരിയ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസിനെയാണ് യൂസ് ചെയ്യുന്നത്. ഈ മൈക്രോ ഓർഗാനിസംസ് പ്രവർത്തിക്കുമ്പോൾ അത് ഓക്സിജൻ കൺസ്യൂം ചെയ്യും. ആ ഓക്സിജൻ കൺസ്യൂം ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജനാണ് അതുകൊണ്ട് കുറവ് വരുന്നത്. അപ്പോൾ എന്താണ് BOD എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിശ്ചിത അളവ് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ജൈവമാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി
ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് കൺസ്യൂം ചെയ്യുന്ന ഓക്സിജൻ്റെ അളവിനെയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ BOD എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ CODയുമുണ്ട്, അതായത് കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയും. അത് സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങളെ അല്ലെങ്കിൽ വേസ്റ്റിനെ ഡികമ്പോസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് പോലെയുള്ള ആസിഡുകൾ ഒഴിക്കുമ്പോൾ അവിടെയും അത് ഡീകമ്പോസിഷന് വിധേയമായിട്ട് മാലിന്യ നിർമ്മാർജ്ജനം നടക്കപ്പെടും. പക്ഷേ സൾഫ്യൂരിക് ആസിഡൊക്കെ ഒഴിക്കുമ്പോൾ അവിടെ ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നത് മൂലം ഓക്സിജൻ കൺസംഷൻ ഉണ്ടാവും. ഈ ഓക്സിജൻ കൺസംഷനെയാണ് നമ്മൾ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അഥവാ COD എന്ന് പറയുന്നത്. അടുത്ത പൊല്യൂഷൻ നടക്കുന്ന മേഖലയാണ് സോയിൽ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് ഇൻഡസ്ട്രികളിലും തള്ളപ്പെടുന്ന വേസ്റ്റുകൾ, അതുപോലെ അർബൻ വേസ്റ്റുകൾ, അഗ്രികൾച്ചർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്ന സാധനം, അതായത് നമ്മുടെ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, സോയിൽ കണ്ടീഷണർ, ഫാമിലുണ്ടാകുന്ന വേസ്റ്റുകൾ, കുറേ റേഡിയോ ആക്റ്റീവ് പൊല്യൂട്ടൻസ്, ഇതെല്ലാം മണ്ണിലേക്ക് വന്ന് ചേരുകയും മണ്ണ് പൊല്യൂട്ടഡ് ആകുകയും ചെയ്യും. ഓക്കെ, ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ഏറ്റവും അത്യാവശ്യം നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് വീടുകളിൽ നിന്ന് തുടങ്ങുക, അതുപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ റീസൈക്കിൾ ചെയ്ത് അല്ലെങ്കിൽ ബേൺ ചെയ്തിട്ട് അല്ലെങ്കിൽ സെവേജ് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് അത് അവിടെ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. നമ്മുടെ പരിസ്ഥിതി മലിനീകരണം, അതാ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ, അത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. 2 പദ്ധതികളാണ് പ്രധാനമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഒന്ന് സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ, 2 സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ. അതിന് SBMU എന്നും SBMG എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ അണ്ടറിൽ ഉള്ള പദ്ധതികളാണ് സ്വച്ഛ് ഭാരത്. അടുത്ത പോയിൻ്റ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഈ ലോകത്ത് നിന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റുണ്ട്. അതായത് നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് നമ്മൾ കെമിക്കൽസിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് എൻവയൺമെൻറ്റിന് ഒട്ടും ദോഷം അല്ലാത്ത രീതിയിൽ അവയെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രശാഖയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും കെമിക്കൽസ് യൂസ് ചെയ്ത് മാത്രമേ ഈ വേസ്റ്റും മറ്റ് പൊല്യൂട്ടൻസും നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് കൂടുതൽ ഹാംഫുൾ ആവാത്ത രീതിയിൽ, പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഗ്രീൻ കെമിസ്ട്രി. ഉദാഹരണമായിട്ട് ഡ്രൈ ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അത് മറ്റ് ഡിറ്റർജൻറ്റുകൾ ഉണ്ടാക്കുന്നത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ല. അതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ട് ഒരു സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് പേപ്പർ ബ്ലീച്ചിങ് നടത്തുക. അതുപോലെ തന്നെ പുളി, സാമ്പാർ പുളി, ആ പുളിയുടെ സീഡ് എടുത്ത് പൊട്ടിച്ചിട്ട് അതുപയോഗിച്ചിട്ട് ഈ വേസ്റ്റുകളൊക്കെ ഡികമ്പോസ് ചെയ്യുന്നതിന് ശ്രമിക്കുക. ഇതൊക്കെ പ്രകൃതിക്ക് അഥവാ എൻവയൺമെൻറ്റിന് കൂടുതൽ ദോഷം വരാത്ത രീതിയിൽ നമുക്ക് ഒരു ഗ്രീൻ കെമിസ്ട്രി എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ ഉയർത്തി കാണിക്കാൻ സഹായിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പല കേസുകൾ പറഞ്ഞു. അതായത് സ്മോഗിനെ കുറിച്ച് പറഞ്ഞു, ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിനിടയിൽ നോട്ട് ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന സംവിധാനം. അതായത് നമ്മൾ ഈ വാട്ടർ ബോഡീസിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പ്ലാന്റുകളുടെ പോപ്പുലേഷൻ വർദ്ധിച്ചാൽ, അതായത് കൂടുതൽ ചെടികൾ വളർന്നു കഴിഞ്ഞാൽ അത് മറ്റ് ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിക്കും. അതായത് ഒരു തരത്തിൽപ്പെട്ട ചെടികൾ തന്നെ ഇങ്ങനെ കൂടുതൽ പടർന്നു വന്നാൽ അവ കൺസ്യൂം ചെയ്യുന്ന ഓക്സിജനും മറ്റുള്ള വസ്തുക്കളുടെയും അളവ് കൂടുകയും മറ്റ് ജീവജാലങ്ങൾക്ക് വേണ്ടത്ര ഈ ഭക്ഷ്യസാധനങ്ങളൊക്കെ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ വരും. അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിയെ കാര്യമായിട്ട് ബാധിക്കും. അങ്ങനെ ഈ പ്ലാന്റുകളുടെ വളർച്ച മൂലം ബയോഡൈവേഴ്സിറ്റിക്ക് ദോഷം വരുന്ന പ്രതിഭാസത്തെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തരാം. അതായത് ഒരു ചോദ്യം നോക്കൂ.
ഇവിടെ എഴുതിയിട്ടുണ്ട്. ദ കോമ്പോസിഷൻ ഓഫ് ഗ്യാസ് ഇൻ എക്സോസ്ഫിയർ. ഓപ്ഷൻ എ ഹീലിയം ആൻഡ് നൈട്രജൻ, ഓപ്ഷൻ ബി നിയോൺ ആൻഡ് ഓക്സിജൻ, ഓപ്ഷൻ സി നിയോൺ ആൻഡ് ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി ഹീലിയം ആൻഡ് നിയോൺ. ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എക്സോസ്ഫിയർ എവിടെയാണെന്നുള്ളതാണ്. എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും താഴെയുള്ള, അതായത് ഭൂമിയുടെ ഏറ്റവും പ്രതലത്തോട് ചേർന്ന് കാണപ്പെടുന്നതാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിൽ മെസോസ്ഫിയർ, മെസോസ്ഫിയറിൻ്റെ മുകളിൽ തെർമോസ്ഫിയർ, അതിൻ്റെ മുകളിലാണ് എക്സോസ്ഫിയർ. അപ്പോൾ ഏറ്റവും മുകളിലാണ് എക്സോസ്ഫിയർ ഉള്ളത്. അപ്പോൾ എക്സോസ്ഫിയറിലെ ഗ്യാസ് എത്തണമെങ്കിൽ ആ ഗ്യാസ് ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞതായിരിക്കണം. ഈ ഗ്രൂപ്പിൽ ഏറ്റവും കുറഞ്ഞ ഡെൻസിറ്റി ഉള്ള രണ്ട് ഗ്യാസുകൾ ഹീലിയവും ഹൈഡ്രജനുമാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഹീലിയം ആൻഡ് ഹൈഡ്രജൻ. എപ്പോഴും ഏറ്റവും ഭാരം കുറഞ്ഞതേ ഏറ്റവും മുകളിൽ പോകത്തുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് വരിക. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മേജർ കോൺസ്റ്റിറ്റ്യൂൻ്റ് ഓഫ് ബയോഗ്യാസ്? ബയോഗ്യാസിലുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും നൈട്രസ് ഓക്സൈഡും മീഥേനും ഓക്സിജനും. നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ 2 ബയോഗ്യാസിലുള്ളത് കൊണ്ട് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അതായത് ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും രണ്ടും ബയോഗ്യാസിൽ കാണപ്പെടുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും ഹൈഡ്രജനുമാണ്. അതിൽ ഹൈഡ്രജൻ ഈ ഓപ്ഷനിലൊന്നും ഇല്ല. പക്ഷേ മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും ഈ 2 ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഇതിൽ മേജർ കോൺസ്റ്റിറ്റ്യൂൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ശരിക്കും മീഥൈൻ തന്നെയാണ്. കാരണം 45 മുതൽ 70% വരെ മീഥൈനാണ് ഈ ബയോഗ്യാസിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മീഥൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈസ് ഇൻ ലാർജസ്റ്റ് കോൺസെൻട്രേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ? താഴെ കൊടുത്തിരിക്കുന്നതിൽ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാണ്? അതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. റേഡിയൻ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുകയും റേഡിയൻ്റ് എനർജിയെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഗ്യാസാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥൈൻ, നൈട്രജൻ ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് മുതലായവയൊക്കെയാണ്. ഇതിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ശരിക്കും കാർബൺ ഡൈ ഓക്സൈഡാണ്. കാരണം വാട്ടർ വേപ്പർ ഉണ്ടെങ്കിലും അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്, ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. സോ അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസുകളിൽ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡാണ്. സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെമ്പററി ഹാർഡ്നെസ് ഇൻ വാട്ടർ ഡ്യൂ ടു വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം? 1 ഹൈഡ്രജൻ കാർബണേറ്റ്സ്, 2 കാർബണേറ്റ്സ്, 3 ക്ലോറൈഡ്സ്, 4 സൾഫേറ്റ്സ്. ടെമ്പററി ഹാർഡ്നെസ് വെള്ളത്തിന് നൽകുന്നത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെ ഏത് ഫോമാണ്? ഹൈഡ്രജൻ കാർബണേറ്റ് ഫോം, ക്ലോറൈഡ്സ്, സൾഫേറ്റ്സ്, ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, കറക്റ്റ് ആൻസർ ഹൈഡ്രജൻ കാർബണേറ്റ് ഫോം ഓഫ് കാൽസ്യം ആൻഡ് മഗ്നീഷ്യമാണ് വെള്ളത്തിന് ടെമ്പററി ഹാർഡ്നെസ് കൊടുക്കുന്നത്. ഈ ഹാർഡ്നെസ് നമുക്ക് കളയാം. ഒന്നുകിൽ അതിനെ ബോയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ വെള്ളത്തെ ഒന്ന് ചൂടാക്കിയാൽ മതി. അതിൻ്റെ ഹാർഡ്നെസ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ അടുത്ത ഭാഗത്തിൽ അടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കെമിസ്ട്രിയുടെ ബാക്കി ഭാഗങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്.